അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. റമളാനിൻ്റെ ഓരോ ദിനങ്ങളും അതിവേഗത്തിൽ നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ ഒരു രാത്രി മുതൽ റമളാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് നമുക്ക് മുമ്പിൽ കടന്നു വരുന്നത്. ശഅബാൻ മാസത്തിൽ നിന്ന് റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ കൂടുതൽ സജീവതയോടുകൂടിയാണ് നമ്മൾ റമളാനിൽ പ്രവേശിച്ചത്. മുമ്പത്തേതിനേക്കാൾ കൂടുതൽ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. രാത്രി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കണിശത കാണിച്ചു. ഫർദ് നമസ്കാരത്തിൻ്റെ കൂടെയുള്ള റവാത്തിബുകൾ പാഴാകാതെ പതിവായി നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചു. കൂടുതൽ സ്വതക്ക നൽകാനും ദിക്റുകൾ ഉരുവിടാനും ദുആ ചെയ്യാനും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകാനും പള്ളിയിൽ നേരത്തെ എത്താനും നമസ്കാരം കഴിഞ്ഞാലും ഒരുപാട് സമയം പള്ളിയിലിരിക്കാനുമൊക്കെ നമ്മൾ തയ്യാറായി. എന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയും കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കേണ്ട, സൽക്കർമ്മങ്ങളുമായി മുന്നേറേണ്ട സന്ദർഭങ്ങളാണ് എന്ന് നമുക്കറിയാം. അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ നിലക്ക് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ അവസാന 10 ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിൽ പ്രയത്നിക്കുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് പ്രയത്നിച്ചിരുന്നു എന്നുള്ളതാണ്. വേറെ ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിലെ അവസാനത്തെ 10 ആഴിക്കഴിഞ്ഞാൽ അവിടുന്ന് അവിടുത്തെ അരക്കെട്ട് മുറുക്കിയെടുക്കും. എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ കൂടുതൽ സജീവമാകും. ഭൗതികമായി അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ പോലും വിട്ടുനിന്ന് കൂടുതൽ ഇബാദത്തുകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും. വഅഹ്യാ ലൈലഹു, രാത്രി ഉറങ്ങാതെ സജീവമാക്കും. വഅയ്ഖള അഹ്ലഹു, തൻ്റെ കുടുംബത്തെയും മറ്റും ഭാര്യമാരെയും മറ്റും നമസ്കാരത്തിനും ഇബാദത്തുകൾക്കും മറ്റും വിളിച്ചുണർത്തുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ റമളാനിൻ്റെ അവസാന ദിവസങ്ങൾ, പ്രത്യേകിച്ച് അവസാന രാത്രികൾ ഏറ്റവും അധികം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ മുഴുവനായി ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഈ ലോകത്തോട് വിട പറയുന്ന തൊട്ടു മുമ്പുള്ള റമളാനിൽ അവസാനത്തെ 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരുന്നിരുന്നു. ഏറ്റവും നല്ലത്
മുഴുവനായി ഇഅ്തികാഫിരിക്കുക എന്നതാണ്. അതിന് കഴിയില്ലെങ്കിൽ അതിൻ്റെ രാത്രികളിൽ നമ്മൾ ഇഅ്തികാഫിരിക്കുക. ഇനി അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എപ്പോൾ പള്ളിയിൽ വരുമ്പോഴും ഇഅ്തികാഫിൻ്റെ നിയ്യത്തിൽ വരിക. അഥവാ പകലും നമുക്ക് ഇഅ്തികാഫിരിക്കാം. തീരെ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ റമളാനിൻ്റെ അവസാനത്തെ രാത്രികൾ, ആ 10 രാത്രികൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണമെന്നുള്ളതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. തീർച്ചയായും ഈ ഖുർആനിനെ നാം ലൈലത്തുൽ ഖദ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു, നിർണയ രാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിനക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ രാവാകുന്നു അത് എന്നുള്ളതാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, മലക്കുകളുടെ നേതാവായ റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാം ഒക്കെ ഇറങ്ങി വരുന്ന ദിവസമാണത്, രാത്രിയാണത്. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, റബ്ബിന്റെ തീരുമാനപ്രകാരം എല്ലാ കൽപ്പനകളുമായി ഇറങ്ങി വരും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പിറ്റേ ദിവസത്തെ പ്രഭാതോദയം വരെ ആ ലൈലത്തുൽ ഖദ്ർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പ്രഭാതോദയം വരെ അതുണ്ടായിരിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ ഇസ്ലാമിൻ്റെ എല്ലാ രൂപത്തിലുള്ള ഷിആറുകളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ പിൻവലിക്കുവാൻ ശ്രമിക്കുകയാണ്. ഷിയാക്കളുടെ അച്ചാരം വാങ്ങി ഇസ്ലാമിൻ്റെ ഓരോ ഷിആറുകളെയും എതിർത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലിപെരുന്നാളാകുമ്പോൾ അവർ പറയും ബലിയറുക്കലൊന്നും ഇസ്ലാമിലില്ല എന്ന്. ഖബർ ശിക്ഷ എന്ന കാര്യം തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല എന്നവർ പറയും. റമളാനിലെ നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല, നോൽക്കലാണ് നല്ലത്, ഈ നോൽക്കാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ല, അതിന് ഫിദിയ കൊടുത്താൽ മതി എന്ന് പറയുന്ന ചില ആളുകൾ. അവർ പറയാണ് ലൈലത്തുൽ ഖദ്റൊക്കെ അന്ന് ഖുർആൻ ഇറങ്ങിയ രാവിൽ കഴിഞ്ഞുപോയി, അത് ആവർത്തിക്കുകയില്ല, അതിനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. ഇത്ര ഗൗരവമുള്ള വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന്റെ അവസാനത്തെ ദിനങ്ങളിൽ ഇഅ്തികാഫിരുന്നത്? ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്ർ മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഓരോ ഒറ്റയൊറ്റ രാവുകളിൽ മാത്രം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, അല്ലാത്ത ദിവസങ്ങൾ ഇബാദത്തുകൾ കുറയ്ക്കുക എന്നതല്ല, മറിച്ച് അവസാനത്തെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ രാവുകളിലും അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇബാദത്തുകൾ ചെയ്യണം എന്ന് തന്നെയാണ് പ്രമാണത്തിന്റെ പിൻബലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നബി പറഞ്ഞു മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. അഥവാ ഉദ്ദേശിക്കുന്നത് ചെറുപാപങ്ങളെ സംബന്ധിച്ചാണ്. ഇത് കഴിഞ്ഞുപോയ ഇനി വരാനുള്ള പ്രതീക്ഷിക്കേണ്ടാത്തൊരു ലൈലത്തുൽ ഖദ്റാണെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയ അന്നത്തെ രാത്രിയിൽ നമുക്ക് അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറയുന്നത് ലൈലത്തുൽ ഖദ്റിൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നാണ്. 83 വർഷം ഒരാൾ കർമ്മങ്ങൾ ചെയ്താൽ എത്ര ദറജ അയാൾക്കുണ്ടോ ആ ഒരു ദറജയിലേക്ക് ലൈലത്തുൽ ഖദ്റിൽ പ്രവർത്തിച്ചാൽ നമുക്ക് എത്താൻ കഴിയും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് റമളാനിന്റെ അവസാനത്തെ 10 പ്രത്യേകിച്ച് ഓരോ രാത്രിയിലും സ്വതക്ക ചെയ്യുക, ഓരോ രാത്രിയിലും സ്വതക്ക ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ലൈലത്തുൽ ഖദ്ർ ആയിരിക്കുമല്ലോ. ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ഏത് നട്ടപ്പാതിരാക്കും സ്വതക്ക ചെയ്യാം. ഇപ്പോൾ ഒരാൾ 3 മണിക്ക് എഴുന്നേറ്റു,
ഫോൺ എടുത്തിട്ട് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സ്വതക്ക ചെയ്യാൻ കഴിയും. അത്രയും സൗകര്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണത്. എത്ര കുറച്ചാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്ക ചീള് ദാനം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് പറയുമ്പോൾ എത്ര കുറച്ച് എന്ന് നോക്കണ്ട. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് ഓരോ രാവിലും നമ്മൾ സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുക. റമദാനിന്റെ ഓരോ രാവുകളിലും ധാരാളമായി വിശുദ്ധ ഖുർആൻ ഓതുക, പ്രത്യേകിച്ച് അവസാനത്തെ 10 അതുപോലെ തന്നെ ഓരോ രാത്രിയിലും അല്ലാഹുവോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദുനിയാവിന്റെ കാര്യവും പ്രത്യേകിച്ച് ആഖിറത്തിന്റെ കാര്യം നമ്മൾ തേടുക. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു നബിയോട്, നബിയെ അറഅയ്ത ഇൻ വാഖഫ്തു ലൈലത്തുൽ ഖദ്രി മാ അദ്ഉ, ലൈലത്തുൽ ഖദ്ർ ആണെന്ന് അറിയുന്ന രാവുകളിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് തേടേണ്ടത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഖൂലി, നീ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ മാപ്പേകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പേകൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, ഫഅഫു അന്നി, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ. ഉണ്ടോ, അല്ലാഹുവോട് വിട്ടുവീഴ്ച ചെയ്തു തരാൻ, മാപ്പ് നൽകുവാൻ, പാപക്കറകൾ കഴുകിക്കളയാൻ, പാപങ്ങൾ പുറത്തു തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക. സാധാരണ ഇല്ലാത്ത റമളാനിൽ പ്രത്യേകമായി നിർവഹിക്കേണ്ട പ്രാർത്ഥനകളൊന്നുമില്ല ഈ ഒരു പ്രാർത്ഥനയല്ലാതെ. ഇപ്പൊ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന റമളാൻ അല്ലാത്ത സമയത്തും നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നാൽ റമളാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫീഹി ലൈലത്തുൻ, റമളാനിൽ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണത്, മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആർക്കെങ്കിലും അതിൻ്റെ ഖൈറ് തടയപ്പെട്ടാൽ അവനെല്ലാം തടയപ്പെട്ടു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ആരോഗ്യത്തോടുകൂടി അവസാനത്തെ ഈ ദിവസങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ്, അതിനുള്ളൊരു താല്പര്യം, അതിനുള്ളൊരു ആത്മാർത്ഥത അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതെങ്ങാനും നമുക്ക് തടയപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തെങ്കിലും ദുനിയാവിൻ്റെ ശുഅലുകളിൽ നമ്മൾ വ്യാപൃതരായി വല്ല ക്ഷീണമോ അലസതയോ മടിയോ മറ്റോ നമുക്ക് ബാധിച്ച് ആ ലൈലത്തുൽ ഖദ്റിൽ നമ്മൾ കിടന്നുറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാതെ വന്നാൽ, നമുക്ക് 83-ലേറെ വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്യുന്ന എത്രയാണോ ഇബാദത്തുകൾ, അത്രയും വലിയ മഹാനഷ്ടം സംഭവിക്കുമെന്ന തിരിച്ചറിവോടുകൂടി പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സന്ദർഭങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക. നബി പറഞ്ഞു, അൽ അഅമാലു ബിൽ ഖവാതിം, കർമ്മങ്ങൾ അതിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ്. തുടക്കത്തിൽ മാത്രമല്ല ആവേശം വേണ്ടത്, മറിച്ച് അവസാനം വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയമാണെങ്കിലും റമളാനിൻ്റെ വിഷയമാണെങ്കിലും ഏതൊരു കർമ്മത്തിൻ്റെ വിഷയമാണെങ്കിലും ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും അവസാനം വരെ നമ്മൾ പ്രവർത്തന നിരതരാവുക എന്നുള്ളത് കേവലം ഒരു കളിയുടെ വിഷയം എടുക്കുക, ഒരു ഫുട്ബോൾ കളിയുടെ വിഷയം എടുക്കുക. ആദ്യമൊക്കെ നന്നായി കളിച്ചു, അവസാനം കളിക്കാതിരുന്നാൽ ടീം തോറ്റുപോകും. ഒരു ഓട്ട മത്സരം എടുക്കുക, ആദ്യ ലാപ്പുകളൊക്കെ നല്ല വേഗതയിലോടി അവസാനം ക്ഷീണാണെന്ന് പറഞ്ഞ് അവിടെ കിടന്നാൽ പിന്നെ മറ്റുള്ളവർ കപ്പുണ്ടാവും. ദുനിയാവിൻ്റെ ഒരു വിഷയം പോലും, ഒരു പരീക്ഷയിൽ വിദ്യാർത്ഥി ആദ്യം വരുന്ന 1 മാർക്കിന്റെ ചോദ്യത്തിനൊക്കെ പെട്ടെന്ന് ഉത്തരവെഴുതി അവസാനം നല്ല മാർക്ക് കിട്ടാൻ കാരണമാകുന്ന ചോദ്യങ്ങളൊന്നും വായിച്ചു നോക്കാതെ അവനവിടെ കിടന്നുറങ്ങിയാൽ അവൻ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകും. ദുനിയാവിൻ്റെ കാര്യത്തിൽ പോലും അവസാനം വരെ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെങ്കിൽ ആഖിറത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ പ്രവർത്തിക്കണം. അതുപോലെ റമളാനിൻ്റെ ഈ അവസാന നിമിഷങ്ങൾ അത് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റമളാൻ 15 കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വായിച്ചു. അതിൻ്റെ ആശയം എങ്ങനെയാണ്? ദഹബ നിസ്ഫു റമളാൻ,
ദഹബ നിസ്ഫു റമളാൻ, റമളാനിന്റെ പകുതി കടന്നുപോയി. ബാക്കി ദഹബുൻ, ബാക്കിയുള്ളത് ദഹബാണ്. ദഹബുൻ എന്ന് പറഞ്ഞാൽ സ്വർണമാണ് എന്നാണ്. ഇനിയുള്ളത് സുവർണവസരങ്ങളാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിലെ ഗസയിലും മറ്റും നമ്മുടെ സഹോദരങ്ങൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിഞ്ചു പൈതങ്ങളടക്കമുള്ള ആയിരങ്ങൾ അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. കണക്ക് വന്നതും അല്ലാത്തതുമായി നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത, സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത അതിക്രൂരമായ നരനായാട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ സഹോദരങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് അവരെയും നമ്മെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരവും നോമ്പും മറ്റ് സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും മക്കളെ കൊണ്ടുമൊക്കെ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ സഹിക്കുന്നവരുടെ അല്ലാഹു തആല അവർക്കെല്ലാം പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.